ഇവിടെ ഒളിച്ചുകളികളില്ല. എല്ലാം യാഥാർത്ഥ്യമായ യുദ്ധങ്ങളാണ് സംഭവിക്കുന്നത്. കരിയൻ എന്ന ആ വൃത്ത കഥാപാത്രമാണ് കരിമ്പുനത്തിൻ്റെ കഥ ആദ്യം പറഞ്ഞു തുടങ്ങുന്നത്. കാടും നായാട്ടും കള്ളത്തടിവെട്ടും വാറ്റും കോഴിപ്പോരും രാഷ്ട്രീയവും വ്യഭിചാരവും നിറഞ്ഞ കഥയിലൂടെ നോവൽ പുരോഗമിക്കുകയാണ്. മലയാള എഴുത്തുകളിൽ തുളുകലർന്ന മലയാളം സംഭാഷണത്തിൽ വരുന്നത് നോവൽ ഘടനയെ വ്യത്യസ്തമാക്കുന്നു. ബോംബിന് ആളത്തിരിയൂല, അത് വേണ്ടുന്നോനെയും വേണ്ടാത്തോനെയും കാണും. പക്ഷേ തോക്കിന് കണ്ണും ചെവിയുണ്ട്, അത് പരിചയമുള്ളതിനെ മാത്രമേ കാണൂ. വേണ്ടാത്ത ഒരുത്തനും ഇന്നോളം ഈടെ ചത്തിട്ടില്ല. ഇത് തോക്കിൻ്റെ നാടാണ്. നമസ്കാരം. യുവ എഴുത്തുകാരിൽ ശ്രദ്ധേയനായ KN പ്രശാന്തിൻ്റെ ആദ്യ നോവലായ പുനം, അത് തുടങ്ങുന്നത് ഇപ്പോൾ പറഞ്ഞതുപോലെയാണ്. പുനം എന്നാൽ ഒരു കൃഷിയാണ്. കാട് പിടിച്ച് കിടക്കുന്ന ഭൂപ്രദേശം വെട്ടിത്തെളിച്ചും ചുട്ടുകരിച്ചും നടത്തുന്ന കൃഷി. ഇവിടെ കാസർഗോഡിൻ്റെ വനാതിർത്തിയിലെ ഒരു ഇരുണ്ട പ്രദേശം വെട്ടിത്തെളിച്ച് അവിടെ വായനക്കാരെ ഒപ്പം കൂട്ടി അവിടെ നിന്ന് ഒരു കഥ രൂപപ്പെടുത്തിയിരിക്കുകയാണ് തൻ്റെ ആദ്യ നോവലായ പുനത്തിലൂടെ KN പ്രശാന്ത്. ആദ്യ നോവലിൻ്റെ ഘടനയും ഭാഷാശൈലിയും എടുത്തു പറയേണ്ടതാണ്. പാമ്പിൻ്റെ പൊത്ത് എന്നൊരർത്ഥം കൂടെ പുനത്തിനുണ്ട്. കാട് കടന്ന് പൊത്ത് കണ്ടുപിടിച്ച് പാമ്പിനെ പുറത്ത് ചാടിക്കുക എന്ന അതിവിദഗ്ധമായ ക്ലൈമാക്സിലൂടെ കഥ മുന്നോട്ട് പോകുന്നു. വിവിധ ജാതിമത വിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യരുടെയും കാടും നായാട്ടും കള്ളത്തടിവെട്ടും വാറ്റും കോഴിപ്പോരും രാഷ്ട്രീയവും വ്യഭിചാരവും നിറഞ്ഞ കഥയിലൂടെ നോവൽ പുരോഗമിക്കുകയാണ്. കരിമ്പുനത്തിൻ്റെ കഥ തേടി വരുന്ന ഒരു സിനിമാക്കാരൻ്റെ പിന്നാലെയാണ് വായനക്കാരൻ്റെ മനസ്സും കണ്ണും ചലിക്കുന്നത്. അയാൾ കരിമ്പുനത്തിൻ്റെ കഥ തേടിപ്പോകുന്നതിലൂടെ വായനക്കാരും കാട് ഇറങ്ങുകയും കാടിൻ്റെ മനോഹരമായ വിഭവങ്ങൾ കണ്ടാസ്വദിക്കുകയും ചെയ്യുന്നു. സിനിമക്കാരനായ ആ ചെറുപ്പക്കാരൻ ആദ്യം കണ്ടുമുട്ടുന്നത് കരിയൻ എന്ന കഥാപാത്രത്തെയാണ്. കരിയൻ എന്ന ആ വൃത്ത കഥാപാത്രമാണ് കരിമ്പുനത്തിൻ്റെ കഥ ആദ്യം പറഞ്ഞു തുടങ്ങുന്നത്. കഥയുടെ വന്യമായ ഭൂമികയിലേക്ക് കയറി ചെന്നാൽ നാട്ടുനിയമങ്ങളിൽ കാണാത്ത പലതും നമ്മെ കരിമ്പുനത്ത് അതിശയപ്പെടുത്തും. പട്ടണ പ്രദേശങ്ങളുടെ അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിൽ കാണാൻ പറ്റാത്ത രീതിയിൽ ഈ അതിർത്തി പ്രദേശത്തിലെ ജനങ്ങൾ കാമത്തെയും പ്രണയത്തെയും പകയെയും പരസ്യമാക്കും. ചിരുത എന്ന കരിമ്പുനത്തിൻ്റെ കാമനകളെ അടക്കി വാഴുന്ന, അവളുടെ തിരോധാനത്തെ പ്രാകുന്ന, അവളെ സ്വന്തം ഭർത്താക്കന്മാർക്ക് വേണ്ടി തേടിപ്പോകുന്ന സ്ത്രീകളെ നമുക്ക് ഈ നോവലിൽ കാണാം. ഇത്തരത്തിൽ ഉച്ചിരിയും ചിരിതയും പാർവതിയും രമ്യയും അടങ്ങുന്ന 4 തലമുറകളിൽപ്പെട്ട സ്ത്രീ കഥാപാത്രങ്ങളിലൂടെ കഥ മുന്നോട്ട് പോകുന്നു. ഇവിടെ ഒളിച്ചുകളികളില്ല. എല്ലാം യാഥാർത്ഥ്യമായ യുദ്ധങ്ങളാണ് സംഭവിക്കുന്നത്. ജീവിതത്തിലും അവർ അങ്ങനെ തന്നെയാണ്. അതിനാൽ ശിക്ഷയും മാരകമായ പ്രകരശേഷിയുള്ളവയാണ്. പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ് എന്ന നിയമാവലിയൊന്നും നാട്ടുനിയമങ്ങളിൽ ഇല്ല. അത്തരത്തിൽ വിചിത്രമായൊരു സ്ഥലത്തേക്കാണ് ആഖ്യാതാവിനെയും വായനക്കാരെയും ഒരുപോലെ കരിയൻ എന്ന വൃദ്ധൻ കരിമ്പുനമെന്ന മഹാഗുഹയ്ക്കകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. മലയാള എഴുത്തുകളിൽ തുളുകലർന്ന മലയാളം സംഭാഷണത്തിൽ വരുന്നത് നോവൽ ഘടനയെ വ്യത്യസ്തമാക്കുന്നു. കാട്ടിലെ സുഖകരമായ കുളിർമ പോലെ വാക്കുകൾ ഒഴുകുന്നു. അതുപോലെ കാടിനെയും കാമത്തെയും പകയെയും പ്രണയത്തെയും വളരെ മനോഹരമായി ഈ ഒരു ഭാഷ ഉത്തേജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ആണും പെണ്ണും കാമത്തിനോ പ്രണയത്തിനോ വേണ്ടി ഒരിക്കലും മറ്റുള്ള ആളുകളെ ഭാഷകൾ ഉപയോഗിച്ച് അഭിസംബോധന ചെയ്യുന്നില്ല. മറിച്ച് അവരുടെ ശാരീരിക ചേഷ്ടകളിലൂടെ ഇതെല്ലാം കൃത്യമായി വ്യക്തമാക്കുന്നു. ജീവിതത്തിലും അവർ ഇങ്ങനെ തന്നെയാണ്. പഴയതും പുതിയതും എന്ന 2 കാലങ്ങളിലൂടെ സഞ്ചരിച്ച് കാലവും കഥകളും ഇഴചേർന്ന് കഥകളുടെ കുത്തൊഴുക്ക് ഉണ്ടാകുമ്പോഴും അവയെ ഗതി മാറാതെ കഥാകൃത്ത് പിടിച്ച് തളയ്ക്കുകയും വളരെ മനോഹരമായ ഒരു നോവൽ ഗതി, അതിൻ്റെ മനോഹാരിത നമുക്ക് സമ്മാനിക്കുകയും ചെയ്യുകയാണ് പുനം എന്ന തൻ്റെ ആദ്യ നോവലിലൂടെ KN പ്രശാന്ത്.